ഇന്ന് പറയാൻ പോകുന്നത് ഷഡ്കർമ്മങ്ങളിലെ കുറച്ച് കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഞാൻ മന്ത്രമൊന്നും പോസ്റ്റായിട്ട് ഇടുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഇതിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപാട് പേരുണ്ട്. അറിയാത്തവർ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് വിപത്ത് വരുന്ന നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മന്ത്രങ്ങളൊന്നും പോസ്റ്റായിട്ട് ചെയ്യുന്നില്ല. അറിവുള്ളവർ ഇതിൽ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ കമൻറ്റിലോ രേഖപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഈ മന്ത്രം എവിടെയും കേട്ട് പരിചയമുണ്ടെങ്കിൽ, മന്ത്രത്തിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലോ മെസ്സേജായിട്ടോ അയക്കേണ്ടതാണ്. ഗുരുവേ നമഃ ശിവായ. ഓം ഏഴുനാടും നരസിംഹമണിപീഠത്തിൽ മേൽ മതകരിയാനെപ്പോലെ മതപ്പെട്ട് നോക്കുമ്പോൾ ഹിരണ്യതൃക്കഴുത്തിൽ ചെറുനകം കൊണ്ട് കുത്തിക്കേറി മാലചൂടി പ്രത്യക്ഷമാന നരസിംഹം. ഓം ഹ്രീം നരസിംഹം ഹാ ഹ്രീം നരസിംഹം ഐം ശ്രീം നരസിംഹ യടിയടി സിംഹ പിടിപിടി സിംഹ പൊളന്നരസിംഹ എരിന്തെഴുந்த തീയിൽ പറന്ന് കാകനെ പോലെ എന്നെ കണ്ട സർവ്വകൂടി പിശാച് ഗണങ്ങളല്ല എരിന്തെഴുന്ന് പറന്നു പോക സ്വഹ. ഇത് എന്നാൽ ശത്രു സംഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ്. രാത്രി സമയത്ത്, അർദ്ധരാത്രി സമയത്ത് 41 ദിവസം 41 ഉരു ജപിച്ച് സിദ്ധി വരുത്തി ശത്രുക്കളുടെ ദോഷം ഒരുപാട് വരുന്നു എന്ന് കണ്ടാൽ ഈ മന്ത്രം ജപിച്ച് ശത്രു ആരാണെന്ന് മനസ്സിലായാൽ അദ്ദേഹത്തെ, ആ ശത്രുവിനെ മനസ്സിൽ കണ്ട് ഈ മന്ത്രം ജപിച്ച് ആഗ്രഹം പറയുക. നരസിംഹം ആണ്, അത്യുഗ്രമാണ്. എന്താണ് എന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഓം ബൂർജ ബൂർജട അഘോര വീര വികട വിക്ത്ര നരസിംഹ നരസിംഹ ഹുംഖാര ഘോരവിഷവിധാന ഹും ഹും ഭേ ഭേ ഘേ ഘേ ഹന ഹന ചട ചട അഭ്രമ ഉത്ഥണ്ഡ നരസിംഹായ സ്വാഹ. കുത്തൊടി വെള്ളൊടി കാരൊടി കോലൊടി കാരമുള്ളിമ്പൽ 3 മറിക ഇറക്കിയാൽ ഇറങ്ങരുത്, പോരെങ്കിൽ ഇറങ്ങാതിരിക്കുക. സ്വാമിയൻ ഗുരുവിനാണോ സ്വാഹ. അവസാനം സ്വാമിയൻ ഗുരുവിനാണ്, ഗുരുവിനാലെ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ സ്വാമിയൻ ഗുരുവിനാണോ സ്വാഹ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 വിരൽ തകിടിൽ എഴുതി, 4 വിരൽ വെച്ചാൽ ആ വലിപ്പം വരുന്ന ഒരു തകിടിൽ ഇത് എഴുതി മുതുക്കുടം കൊണ്ട് ആൾ രൂപമുണ്ടാക്കി വയർ തുറന്ന് ചീരാമുളക്, എള്ള്, കടുക്, കുരുമുളക് 7 തകിടുമിട്ട ശേഷം കുറ്റുമണ്ണിൽ പൊതിഞ്ഞ് വയർ വെള്ളി പാടവള്ളി 11 ചുറ്റി 11 പെരുക്കിലയിൽ, അതൊരു ഇല പോലത്തെ ഒരു സാധനമാണ്, പൊതിഞ്ഞ് കൊടിനൂല് കൊണ്ട് 21 ചുറ്റി ശത്രുവിനെ ചാടിക്കടത്തിയെടുത്ത് ഇടയടുപ്പിൽ കുഴിച്ചിടുക. 7 ദിവസം തീ കെടരുത്. 8-ാം ദിവസം അത് സംഭവിക്കും. അതെന്താണെന്ന് പറയുന്നില്ല, അത് സംഭവിക്കും. ശിവമൂലം, ഇത് വേറൊരു മാരണക്രിയയാണ്. ഓം ശിവായം ശിവായം ഓം ഓ ഹ്രീം ക്ലീം സ്വാഹ. ഇതും നീലകണ്ഠ മന്ത്രം. ഓം നമോ ഭഗവതേ ഓം ഹ്രാം ഹ്രീം ഹ്രോം ക്ഷിപ്രപ്രസാദിനി ശ്രീ നീലകണ്ഠായേ സ്വാഹ. ഇതും കരിങ്കുട്ടി മന്ത്രം. കുക്കുടമേ നീഭൂത പിശാസിനെ മ ഓം ഗളകണ്ഠരൂപ കരിങ്കുട്ടിച്ചാത്ത ഉച്ചാടനം സ്വാഹ. ദേഹേശ്വരി മന്ത്രം. ഓം 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 ക്ലീം 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 ഹുംബൾ ദേഹേശ്വരിയെ സ്വാഹ. 4 വിരൽ ഇയത്തകിട്, ചെമ്പുതകിട്, ഇരുമ്പുതകിട് ഇവയിൽ മേൽപ്പറഞ്ഞ മന്ത്രങ്ങളും പ്രതിഷ്ഠ 4 രാശിപ്പക്കം, ആഴ്ച 27 നക്ഷത്രം, നാൾ ഇവയും പേരും കൂട്ടി കാരമുള്ള്, പേൻനെല്ല്, നെല്ലരി, കല്ല്, ചീനമുളക്, കുഴിയാങ്കരിക്കട്ട, തെച്ചിപ്പൂ, തുമ്പപ്പൂ, തുളസി ഇവകൾ 21 വീതമിട്ട് മന്ത്രം ഓരോ തകിടിനും 21 വീതം ജപിച്ച് പുതുക്കുടത്തിലിട്ട് പുതുക്കുടം നിറയെ ഗുരുതി കൂട്ടി പച്ചപ്പാള കൊണ്ട് വായ കെട്ടി പടിക്കൽ മുട്ടിന് താഴെ കുഴിയുണ്ടാക്കി അതിൽ കുഴിച്ചിട്ട് അതിന്മീതെ പഞ്ചാർച്ചന ചെയ്ത് എഴുന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പോരുക. 7 ദിവസത്തിനുള്ളിൽ ശത്രുവിന് രോഗം, ഇളക്കം, പനി, വയർവീക്കം, ബോധക്കേട്, തലചുറ്റൽ, രക്തഛർദി, ചോരഛർദി, മലബന്ധം, ഒടുവിൽ അത് സംഭവിക്കും. ഇത് രാശിയിൽ തെളിയില്ല എന്നാണ് പറയുന്നത്. ഇത് വേറൊരു മാരണക്രിയയാണ്. ഇനി വേറൊരു
മാരണക്രിയ കൂടി. ഓം നമോ ഭഗവതി. ഓം ആകാശം ഭൂമി എരിഞ്ഞു കത്തി നിൽക്കും അഗ്നിഭൈരവായ. 4 ദിക്കും എരിഞ്ഞു കത്തി നിൽക്കും അഗ്നിഭൈരവായ. 10 ദിക്കും 16 വാതിലും എരിഞ്ഞു കത്തി നിൽക്കും അഗ്നിഭൈരവായ. 3 നാടിനെയും 6 ആധാരവും 5 ഇന്ദ്രിയവും എരിഞ്ഞു കത്തി നിൽക്കും അഗ്നിഭൈരവായ. 7 ധാതുവും 8 അക്ഷരവും എരിഞ്ഞു പൊരിഞ്ഞ് അഗ്നിനിരത്ത് പൊള്ളി വെണ്ണീറായി നിൽക്കും അഗ്നിഭൈരവായ. കുത്തു കൊടുപ്പാൻ, ചുഴലി കൊടുപ്പാൻ, കുത്തും വിലക്കും കൊടുപ്പാൻ, ഭ്രാന്തും കൊടുപ്പാൻ, അയലിനു പനിയും വീർപ്പുമുട്ടലും കൊടുപ്പാൻ. വീർപ്പ് കൊടുപ്പിൽ അഗ്നിഭൈരവായ. നിന്നെ കണ്ട സർവജനം സർവലോകരും സർവരും ദ്രോഹമായിരിക്കെ. ഓം അഗ്നിഭൈരവായേ സ്വാഹ. ഇത് 6 വിരൽ ഈയത്തകിടിലെഴുതി മന്ത്രം 7, 12, 15, 27 അല്ലെങ്കിൽ 51 വട്ടം എഴുതി. ഓരോ എഴുത്തിനും അത്രത്തോളം ശക്തി കൂടുമെന്നാണ് പറയുന്നത്. കരേളക വേരും കടുകും കൂടി കരിനൊച്ചി നീരിലയച്ച് തകിടിൽ തേച്ച് തകിട് മടക്കി ചന്ദനം തേച്ച് ദീപം കാട്ടി തകിട് തവളയിൽ വെച്ച് ഗുരുതിയും വായിലാക്കി നൂലുകൊണ്ട് തവളയുടെ 21 ചുറ്റിയുറ്റി പുതുക്കുടത്തിൽ മുന്നാരി കുഴിച്ച് കൂട്ടി തവളയെ അതിലിട്ട് തുളസിയില, തെച്ചിമൊട്ട്, എള്ള്, കടുക്, കുരുമുളക്, നെല്ല്, അരി, കാരമുള്ള ഇവ 21 വീതം ഇല കൊണ്ട് 2 നുറുക്ക് അതിലിട്ട് പഞ്ചാർച്ചന ചെയ്ത് തുണിശീല കൊണ്ടും ഇല കൊണ്ടും വായ മൂടിക്കെട്ടി കുറ്റുമണ്ണ് കൊണ്ട് പൊതിഞ്ഞ് ശത്രു കുളിക്കുന്ന ജലത്തിൽ സ്ഥാപിക്കുക. 21 ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കും. ഇതും രാശിയിൽ കാണില്ല എന്നാണ് പറയുന്നത്. വേറൊരു മാരണക്രിയ. ഓം നമോ ഭഗവതേ. ഓം വടുകായ വടുകനാഥായ ശത്രുനാശായ ചോരനിഗ്രഹായ. ഓം ഫൽ സ്വാഹ. ഇത് നറുക്കിൽ എഴുതി ചെമ്പുകൊണ്ടാൾ എന്ന് വെച്ചാൽ ചെമ്പുകൊണ്ട് ആൾ രൂപമുണ്ടാക്കി വയർ തുറന്ന് അതിൽ നറുക്കും മുത്തങ്ങ കിഴങ്ങ്, കദളിവാഴ കിഴങ്ങ് ഇവ പൊടിച്ചിടുക. അടുപ്പിൽ സ്ഥാപിക്കുക. 7 ദിവസം അടുപ്പ് കിടാതെ നോക്കുക. 7ാമത്തെ ദിവസം കുരുമുളക്, ചീനമുളക്, കടുക് ഇത് നിക്ഷേപിച്ച് തീ ആളി കത്തിക്കുക. ഫലം